അക്കൗണ്ട്സ് ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ക്യാഷ് പേയ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുക നോക്കാം. സപ്പോസ് നമ്മൾ ഇപ്പോൾ ഗ്രോസറി വാങ്ങിയതിൻ്റെ പൈസ പേ ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ക്യാഷ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ബട്ടൺ പ്രസ് ചെയ്യുക. ക്യാഷ് പേയ്മെൻറ്റ് പ്രസ് ചെയ്യുമ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് ഫോം വരുന്നു. ക്യാഷ് പേയ്മെൻറ്റിൽ നമ്മൾ ക്യാഷാണ്, പേയ്മെൻറ്റ് ഫ്രം ക്യാഷാണ്. ഡേറ്റ് കൊടുക്കണം, നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. പേയ്മെൻറ്റ് ഫ്രം ക്യാഷ് അക്കൗണ്ട്. നമുക്ക് ഒന്നിൽ കൂടുതൽ ക്യാഷ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരും. ഇവിടെ ഇപ്പോൾ ഒറ്റ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ക്യാഷ് അക്കൗണ്ടിൽ നിന്നാണ്. ആ ക്യാഷ് അക്കൗണ്ട് സെലക്ട് ചെയ്യുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ബാലൻസ് ആ ക്യാഷ് അക്കൗണ്ടിൽ ഇപ്പോൾ 5,000 റുപ്പീസ് ഉണ്ട്. അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ 5,000 റുപ്പീസ് സെറ്റ് ചെയ്തതായതുകൊണ്ട് 5,000 റുപ്പീസ് അതിനുണ്ട്. ഇനി നമ്മളത് കൊടുക്കുന്നത് പേയ്മെൻറ്റ് ടു ഏത് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നതെന്ന് നോക്കുന്നു. ആ പേയ്മെൻറ്റ് ടു നമ്മൾ ഇപ്പോൾ ഇവിടെ ഗ്രോസറി എന്ന് പറയുന്ന അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത്. അവിടെ ബാലൻസ് ഡെബിറ്റാണ്. ഇതുവരെ അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ സപ്പോസ് നമ്മളവിടെ 1,500 രൂപ പേ ചെയ്യുന്നു. നരേഷൻ എന്തെങ്കിലും വേണമെങ്കിൽ കൊടുക്കാം. നമ്മളിപ്പോൾ എവിടെ നിന്നാണ് ചെയ്തത് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓർമ്മിക്കാനായിട്ട് ഇപ്പോൾ നെസ്റ്റോയിലാണ് നമ്മൾ പർച്ചേസ് ചെയ്തത് എങ്കിൽ അത് കൊടുക്കുന്നു. കോസ്റ്റ് സെൻറ്റർ നമ്മൾ പിന്നീട് സംസാരിക്കാം. കോസ്റ്റ് സെൻറ്റർ ഇപ്പോൾ നമ്മൾ പരിഗണിക്കുന്നില്ല. ഒറ്റ കോൺടാക്ട് സെൻറ്ററേ ഇവിടെ ഉള്ളൂ. കോസ്റ്റ് സെൻറ്റർ കൂടുതലില്ല. അത് ഡിഫോൾട്ടായിട്ട് അത് തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. സേവ് ചെയ്യുക. അപ്പോൾ ട്രാൻസാക്ഷൻ അത് സേവ് ആയിട്ടുണ്ട്. നോക്കൂ, ഇപ്പോൾ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള അത് കാണുന്നുണ്ട്. ഈ വൗച്ചേഴ്സ് എന്ന് പറയുന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സേവ് ചെയ്ത അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ഡേറ്റിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള എല്ലാ വൗച്ചേഴ്സും ഇവിടെ കാണുന്നു. അപ്പോൾ ആ വൗച്ചർ നമുക്കൊന്നുകൂടി എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ പ്രസ് ചെയ്താൽ മതി, അത് വരും. ഇപ്പോൾ 1,500 എന്നുള്ളത് നമ്മൾ തെറ്റിച്ച് കൊടുത്തതാണെങ്കിൽ അത് 1,450 ആണെങ്കിൽ 1,450 എന്ന് കൊടുക്കുന്നു. വീണ്ടും അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ ഒരു വൗച്ചർ ക്രിയേറ്റ് ചെയ്യാനും വൗച്ചർ എഡിറ്റ് ചെയ്യാനും വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ CP1 എന്നാണ് വൗച്ചറിൻ്റെ നമ്പർ. ആ വൗച്ചർ പേയ്മെൻറ്റ് ടു ഗ്രോസറി എവിടെ നിന്നാണ്? ഫ്രം ക്യാഷ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ആണ് അതിൻ്റെ അകത്ത് കൊടുത്ത റിമാർക്സ് അതിവിടെ കാണാം. എമൗണ്ട് 1,450 രൂപ. അത് എഡിറ്റ് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇനി അത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിലീറ്റ് കീ പ്രസ് ചെയ്താൽ മതി. ഇപ്പോൾ വെറുതെ ഡിലീറ്റ് കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിക്കും. യെസ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഡിലീറ്റ് ആവും.